ഹായ്, വെൽക്കം ടു ദ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ എക്സസൈസസ് ആണ്. എന്തൊക്കെ എക്സസൈസ് ആണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം എക്സസൈസും മെഡിക്കേഷൻസും ഒക്കെയാണ് ആദ്യമേ നമ്മൾ ചെയ്ത് നോക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ലാസ്റ്റ് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമാണ് സർജറിയിലേക്ക് പോകുന്നത്. സോ ബിഫോർ സർജറി വാട്ട് ഓൾ ക്യാൻ ബി ഡൺ അത് നമ്മൾ മാക്സിമം ചെയ്ത് നോക്കിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് എക്സസൈസസ് ഉണ്ട്. നമ്മുടെ കൈകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. അത് കൈ ഫ്ലക്ച്വേഷൻസും സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു പോർഷന് നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു പിടുത്തമൊക്കെ ലൂസാകാൻ വേണ്ടിയിട്ട് സ്ട്രെച്ച് ചെയ്യിപ്പിക്കുന്നതാണ് എക്സസൈസ്. അപ്പോൾ കുറച്ച് എക്സസൈസ് ഉണ്ട്. എനിക്ക് ഡോക്ടേഴ്സ് ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ കാണിച്ചു തന്ന എക്സസൈസൊക്കെയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ബിഫോർ ദാറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർപ്പൽ ടണൽ എന്താണ്, കാർപ്പൽ ടണലിൻ്റെ ഓരോ സ്റ്റേജസ്, ഞാൻ എന്തൊക്കെ അണ്ടർഗോ ചെയ്തു, പിന്നെ ആഫ്റ്റർ സർജറി വന്നു, അതൊക്കെ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമുക്ക് അതിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും കാർപ്പൽ ടണലിൻ്റെ ഓരോ സ്റ്റേജസ്. ഓക്കെ, ദിസ് വീഡിയോ ഈസ് ഫോർ എക്സസൈസസ്. അപ്പോൾ നമ്മൾ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ എക്സസൈസസ്. പ്ലീസ് ബി വിത്ത് മീ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന എക്സസൈസ് എന്ന് വെച്ചാൽ റേഞ്ച് ഓഫ് മോഷൻസ് ആണ്. നമ്മൾ റിസ്റ്റിന് കുറച്ച് മോഷൻസ് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ആ എക്സസൈസാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താ നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് കൈ എടുക്കുക, കൈനെ മുന്നോട്ട് വെക്കുക, go backward. ഏറ്റവും മാക്സിമം നമുക്ക് എത്രമാത്രം ബാക്ക് ആൻഡ് ഫ്രണ്ട് പോകാൻ പറ്റുമോ അതാണ് അതിൻ്റെ ബാക്ക് പോവുക. അഗെയിൻ കം ഫ്രണ്ട്, അഗെയിൻ ഗോ ബാക്ക്. ഇതൊരു 10 കൗണ്ടിൽ ചെയ്യുക. 10 കൗണ്ട് 1 2 3 4 5 6 7 8 9 10 ഹോൾഡ് ചെയ്യുക. തിരിച്ചും ബാക്കിലേക്ക് 1 2 3 4 5 6 7 8 9 10. ഇതാണ് 10 കൗണ്ട്സ്. 10 കൗണ്ട്സ് വെച്ചിട്ട് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. മിനിമം ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത് എത്ര പ്രാവശ്യം തന്നെ ചെയ്യുക. 2 കൈക്കും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 2 കൈയും ചെയ്യുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു കൈ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ കൈ നമ്മൾ യൂസ് ചെയ്യാം. ഇതേപോലെ ഓർക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10. തിരിച്ച് 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ ഒരു 3 ടൈംസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 3 ടൈംസ് 10 കൗണ്ട്സ് വെച്ചിട്ട്. ഓക്കെ, എന്നിട്ട് ഈ കൈ മുഷ്ടി കൊണ്ട് തന്നെ നമ്മുടെ 2 കൈയും സെക്കൻഡ് വൺ മുഷ്ടി ചുരുട്ടുക, ഇങ്ങനെ പിടിക്കുക, നല്ല ടൈറ്റായിട്ട് പിടിക്കുക. ഓക്കെ, ദെൻ യു ഗോ വാട്ട് ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പോൾ we'll start 1 2 3 4 5 6 7 8 9 10. ബാക്ക് തിരിച്ചു വരിക, പിന്നെ റൈറ്റ് 1 2 3 4 5 6 7 8 9 10. നല്ലതായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് 2 സൈഡിലേക്കും. അഗെയിൻ ഗോ ഫോർ ദിസ് 10 കൗണ്ട്സ്. ഇങ്ങനെ തന്നെ പോവുക, തിരിച്ച് നേരെ വരിക, പിന്നെ തിരിച്ച് 10 കൗണ്ട്സ്. ഒരു 3 പ്രാവശ്യം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക. 3 പ്രാവശ്യം 10 കൗണ്ടിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് എക്സസൈസ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്ക് മാക്സിമം സ്ട്രെച്ച് കൊടുക്കുന്നതാണ്. സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ വലിക്കുന്നതാണ്. കുറച്ച് ആദ്യമേ നിങ്ങളോട് പറയുകയാണ്, ഈ കൈയുടെ ഇവിടെ നല്ല സ്ട്രെച്ച് വരും. അതായത് പെയിൻ ഉണ്ടാവും. നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇനീഷ്യലി നല്ല പെയിൻ വരും അല്ലേ. അപ്പോൾ അത് തന്നെ ഇവിടെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് ചെയ്യണം. അതാണ് ഇവിടെ സ്ട്രെച്ച് വരുമ്പോഴാണ് അതിന് റിലാക്സേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ കൈക്ക് മാക്സിമം സ്ട്രെച്ച് വരാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. ഓക്കെ, കാരണം 2 സൈഡിലാണ് നമുക്ക് ഈ ഒരു പോർഷനിലാണ് ആ ഒരു പാട, മീഡിയൻ നെർവിനെ കട്ട് ചെയ്യുന്ന ഒരു പാട വരുന്നത്, പ്രസ് ചെയ്യുന്ന ഒരു പാട വരുന്നത്. അപ്പോൾ അതിന് ഒരു സ്ട്രെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണിത്. സോ ലെറ്റ്സ് ബിഗിൻ. സോ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഓഫ് എക്സസൈസിൽ
കീപ്പ് യുവർ ഹാൻഡ് സ്ട്രൈറ്റ്. എന്നിട്ട് നമ്മൾ മറ്റേ കൈ കൊണ്ട് ഈ കൈനെ താത്തുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഇപ്പോൾ ഞാൻ 30 കൗണ്ട് ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് ഇത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 15 എങ്കിലും, മിനിമം 15 സെക്കൻഡ്സ് എങ്കിലും നിങ്ങൾ ഇത് പിടിക്കാൻ നോക്കുക. 15ൻ്റെ അപ് ടു 30 സെക്കൻഡ്സ് ആണ് ഇതിൻ്റെ ഒരു ടൈം നമ്മൾ ഇങ്ങനെ പയ്യെ കൊണ്ടുവന്ന് ഇവിടെ പ്രസ് ചെയ്ത് വെക്കുന്നത്. അത് തന്നെ സെയിം നമുക്ക് ലെഫ്റ്റ് കൈക്കും റൈറ്റ് കൈക്കും ചെയ്യാം. ഏത് കൈക്കാണ് നിങ്ങൾക്ക് പ്രശ്നം ആ കൈക്കുള്ളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, മറ്റേ കൈക്കും ചെയ്യുക, നല്ലതാണ്. എക്സസൈസ് ഇപ്പോൾ ഏത് ബോഡി പാർട്ടിന് ചെയ്താലും അത് നല്ല. സോ ട്രൈ ടു ഡു ഫോർ ബോത്ത് ദ ഹാൻഡ്സ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കൈക്കാണോ പ്രശ്നം ആ കൈക്ക് വേണ്ടി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 30 കൗണ്ട്സ് നമ്മൾ ഫ്രണ്ടിലേക്ക് ചെയ്തില്ലേ ഇങ്ങനെ, അതേപോലെ തന്നെ നമ്മൾ കൈ നേരെ വെച്ചിട്ട് തിരിച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഞാൻ 20 വരെ ചെയ്യുന്നുള്ളൂ. എൻ്റെ ഫുൾ സ്ട്രെച്ചായി. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മൾ മാക്സിമം സ്ട്രെച്ച് 15 വരെ മിനിമം ഹോൾഡ് ചെയ്ത് വയ്ക്കുക ടു മാക്സിമം ഓഫ് 30. അത് ഒരു 3 ടൈംസ് വെച്ച് ചെയ്യുക ഓരോ കൈക്കും. പിന്നെ റിലീസ് ചെയ്യുക, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, തിരിച്ച് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക ഇങ്ങോട്ട്. ഒരു 30 സെക്കൻഡ് 15 to 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, തിരിച്ച് റിലീസ് ചെയ്യുക, പിന്നെ തിരിച്ച് ബാക്ക്വേർഡ്. അപ്പോൾ ബാക്ക്വേർഡ് ആൻഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക് അത് റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക നന്നായിട്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു പെയിൻ വരും. നല്ല അത്യാവശ്യം നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ടൈറ്റ്. നമ്മുടെ കൈ നല്ല മുഷ്ടി നല്ല ടൈറ്റ് ആവും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചെറിയൊരു പെയിൻ നമുക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് ഇവിടെ ഒരു വലിവ് വരും. അപ്പോൾ അത് ദാറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, തിരിച്ച് അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്കും ചെയ്യാം. കുറച്ച് പ്രാവശ്യം നമ്മൾ ചെയ്ത് വരുമ്പോൾ ഈ പോർഷൻ ഒരു റിലാക്സേഷൻ വരും. സോ അത്രയും പെയിൻ ഉണ്ടാവില്ല. ആദ്യം നമ്മളിവിടെ സ്റ്റിഫായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും പെയിൻ ഫീൽ ചെയ്യുന്നത്. ആഫ്റ്റർ ഡൂയിങ് ഇറ്റ് ഫോർ സം ടൈം നമുക്ക് ആ പെയിൻ അങ്ങനെ തോന്നത്തില്ല. ബിക്കോസ് യുവർ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് അല്ലെങ്കിൽ റിസ്റ്റ് അത് ചെയ്ത് ഫ്ലക്ച്വേറ്റഡ് ആയി. സോ ആ ഒരു കൺജഷൻ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ഷൻ റിലീസ് ആയിക്കൊണ്ടിരിക്കും പയ്യെ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. സോ നമ്മുടെ തേർഡ് സെറ്റ് ഓഫ് എക്സസൈസിന് ടെൻഡം ഗ്ലൈഡ് എന്ന് പറയും. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈക്ക് നമ്മൾ കൈ എടുക്കുകയാണെങ്കിൽ കൈ മാക്സിമം ഇങ്ങനെ തിരിച്ച് കൊണ്ടുവരിക, മുഷ്ടി അതായത് ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുക കുറച്ച് നേരം. ഓക്കെ, ദിസ് ഈസ് ഹൗ യു ഷുഡ് ഹോൾഡ് യുവർ ഹാൻഡ്. കീപ്പ് ഇറ്റ് ടൈറ്റ്, നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് സ്ക്യൂസ് ചെയ്യാം, ഇങ്ങനെ പിടിച്ച് വയ്ക്കുക. ഗോ ഫോർ 15 to 20 കൗണ്ട്സ്. മാക്സിമം നിങ്ങൾക്ക് 30 പോവാണെങ്കിൽ നല്ലത്. ഒരു 3 സെറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. സോ മോർ ദാൻ ദിസ് ഇസ് ബെറ്റർ. ഞാനിപ്പോൾ ഒരു വീഡിയോയുടെ പർപ്പസിന് വേണ്ടി നിർത്തുവാണ്. സോ അത് 20 കൗണ്ട്സ് വരെ ഞാൻ ചെയ്തു. കീപ് ദിസ് വെരി ടൈറ്റ്. ഓക്കെ, അപ്പോൾ ടൈറ്റായിട്ട് വരുമ്പോൾ എന്താണ് ഇവിടെ വീണ്ടും ഒരു സ്ട്രെച്ച് വരിക അല്ലേ. കൈയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചുവന്നൊക്കെന്നുണ്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആക്ച്വൽ റിലീസ് ആകുമ്പോൾ കണ്ടോ നന്നായിട്ട് ചുമന്നു. നമ്മുടെ കൈ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു, പക്ഷേ കൈ ഇപ്പോൾ ചുവന്നൊക്കെ ഉണ്ടോ. സോ ബിക്കോസ് നമ്മൾ നന്നായിട്ട് ഹോൾഡായിട്ട് പിടിച്ചതുകൊണ്ടാണ്. അതായത് ഇവിടെ ഒരു പ്രഷർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി ടൈറ്റായിട്ട് പിടിച്ചു. ആ ടൈറ്റ്നെസ്സിൻ്റെ ഭാഗമാണ് എന്താ പറയുക, ചിലപ്പോൾ നമ്മുടെ കൈക്കകത്തും പ്രഷർ വരില്ല. വാട്ടർ പ്രഷർ യു ക്യാൻ അപ്ലൈ. എത്ര പ്രഷർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നോ അതാണ് നമ്മുടെ എയിം. അത്രയും പ്രഷറിൽ തന്നെ പിടിക്കാൻ നോക്കുക. ഓക്കെ, സോ ദിസ് വാസ് ദ തേർഡ് എക്സസൈസ്. നൗ അടുത്ത എക്സസൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത എക്സസൈസിൻ്റെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാപ്റ്റുല സ്ക്യൂസ് ചെയ്യുക, ഞെക്കുക
അല്ലെങ്കിൽ ഇങ്ങോട്ട് ഞെക്കുക. ഇതാണ് സ്ക്യൂസിങ്. സോ നമ്മുടെ ഈ ഷോൾഡറിനെയാണ് നമ്മൾ എടുക്കുന്നത്. സോ ഷോൾഡർ നമ്മൾ ആദ്യമേ ഫ്രണ്ടിലേക്ക് സ്ക്യൂസ് ചെയ്യണം, ലൈക്ക് ദിസ്. കുനിഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒരു 15 കൗണ്ട്സ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. വൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചിലപ്പോൾ റേഡിയേറ്റിംഗ് പെയിൻ ചിലർക്ക് വരാം. സോ ഒരു സ്റ്റിഫ്നെസ് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ ട്രൈ ടു ഡു ഇറ്റ് ഹിയർ. ദെൻ ബാക്ക് സൈഡിൽ ഇതേപോലെ തന്നെ തിരിച്ച് നമ്മൾ ബാക്കിലേക്ക് തിരിച്ചിട്ട് ഇങ്ങോട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പുഷ് ചെയ്തപോലെ തന്നെ ബാക്കിലേക്ക് ഇങ്ങോട്ട്. സോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നിങ്ങൾക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റുമോ 30 കൗണ്ട്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും, അല്ലെങ്കിൽ ഒരു 20 കൗണ്ട്സ് മിനിമം എങ്കിലും ചെയ്ത് വയ്ക്കുക. ബിക്കോസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു നമ്മുടെ ഈ പോർഷൻ നല്ലൊരു സ്ട്രെച്ചിങ് വരും. സോ ദിസ് ഇസ് ഗുഡ് ഫോർ യുവർ, ഇവിടെ നമ്മുടെ ചെസ്റ്റിനും നല്ലതാണ്, ഷോൾഡർ ബ്ലേഡ് നന്നായിട്ട് ഒരു സ്ട്രെച്ച് വരാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇവിടെ നിന്ന് ഇങ്ങനെ പെയിൻ ചിലവർക്ക് ഷോൾഡേഴ്സിനൊക്കെ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പെയിൻ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് വരും, ഉള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെയും ഒരു സ്ട്രെച്ച് വരേണ്ട ആവശ്യമുണ്ട്. ഇവിടെ മാത്രമല്ല നമ്മുടെ ഫുൾ കൈക്ക് ഒരു സ്ട്രെച്ച് വരുവാണെങ്കിൽ ദിസ് ഇസ് ഗുഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടുവേഴ്സ് യുവർ ഫ്രണ്ട് യു ഡു, ബാക്കിൽ നിന്നൊരു സ്ട്രെച്ച് വരും. പിന്നെ നമ്മൾ ഷോൾഡർ ബാക്കിലേക്ക് ചെയ്തിട്ടും ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് ഓൾസോ ഒരു ഭയങ്കര ഒരു റിലാക്സേഷനാണ്. ഇതിന് വല്ല പെയിൻ തോന്നത്തില്ല, ബിക്കോസ് ഒരു റിലാക്സേഷൻ ആയിരിക്കും. നമുക്ക് പെയിൻ ഉണ്ട് ഓൾറെഡി. സോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഓക്കെ നമ്മളൊരു എന്താ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മളൊരു ഇത് കൊടുക്കത്തില്ലേ, ലൈക്ക് ഒരു ഫീലിംഗ് ആണ്. ട്രൈ ടു ഡു ബെറ്റർ ഫീൽ ചെയ്യും. ഓക്കെ, നൗ വിൽ ഡു ദ നെക്സ്റ്റ് വൺ. സോ നമ്മുടെ നെക്സ്റ്റ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു വെയിറ്റ് നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യണം. നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ, അതായിരിക്കും സിമ്പിൾ. ബോട്ടിൽ വെള്ളം ഫില്ല് ചെയ്യുക, എന്നിട്ട് കയ്യിൽ പിടിക്കുക. രണ്ട് കൈക്കുണ്ടെങ്കിൽ രണ്ട് കയ്യിലും ഓരോ ബോട്ടിൽ ഹോൾഡ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കൈ സ്ട്രെയിറ്റ് പിടിക്കുക, ഹോൾഡ് ഇറ്റ് ലൈക്ക് ദിസ്. അത് കഴിഞ്ഞിട്ട് എന്തോ നമ്മൾ 15 കൗണ്ട്സിലേക്ക് പോകാം. ബിഗിനിങ്ങിൽ നിങ്ങൾ 15 ചെയ്യാൻ നോക്കുക, എന്നിട്ട് പിന്നെ പയ്യെ ഇൻക്രീസ് ചെയ്ത് നോക്കുക. കാരണം ഇപ്പോൾ ഹോൾഡ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ പെയിൻ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ചെറിയ കൗണ്ട്സിൽ തുടങ്ങാം, എന്നിട്ട് പയ്യെ പയ്യെ ഇൻക്രീസ് ചെയ്താലും മതി. ഓക്കെ, സോ യു സ്റ്റാർട്ട്. സ്ട്രെയിറ്റ് പിടിച്ചിട്ട് താഴോട്ട് പോവുക. ഹൗ മച്ച് എവർ യു ക്യാൻ, എത്രമാത്രം താഴോട്ട് പോകാൻ പറ്റുന്നു, ലൈക്ക് നിങ്ങളുടെ മുഷ്ടി, നിങ്ങളുടെ റെസ്റ്റ് എത്രമാത്രം താഴോട്ട് പോകാൻ പറ്റുന്നുണ്ടോ അത്രമാത്രം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ടുവേർഡ്സ് യുവർ ബോഡി, നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഞാനൊരു 20 കൗണ്ട്സ് വരെയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് പയ്യെ ബാക്ക് ടു യുവർ നോർമൽ പൊസിഷൻ. ഓക്കെ, അതിന് കൈ കാഴ്ചയെങ്കിൽ കീപ്പ് ഇറ്റ് ഡൗൺ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് മേലിലേക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Okay, slowly come down, straight area, keep your hands down. So this way നിങ്ങൾ രണ്ട് കൈയിലും ചെയ്യുക. ഈ കൈക്കും അതേപോലെ തന്നെ കൈ സ്ട്രെയിറ്റ് വയ്ക്കുക, 2 സെക്കൻഡ് നേരെ പിടിക്കുക, ഗോ ബാക്ക്. ഇങ്ങനെ എത്രമാത്രം നമുക്ക് മാക്സിമം ബാക്കിലേക്ക് പോകാൻ പറ്റുമോ അത്രയും ബാക്കിലേക്ക് പോവുക. പിന്നെ അതേപോലെ തന്നെ എത്രമാത്രം നമുക്ക് ഫ്രണ്ടിലേക്ക് വരാൻ പറ്റുമോ അതും ട്രൈ ടു കം ഫ്രണ്ട്. അങ്ങനെ രണ്ട് സൈഡിലും ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കൈക്ക് ഒരു ബലം വരും, സ്ട്രെങ്തൻ ചെയ്യാനാണ്. കൈക്ക് സ്ട്രെങ്ത് ഉണ്ടാവില്ല അതിന്. സോ ടു ബ്രിങ് സ്ട്രെങ്ത് ടു ഹാൻഡ്, അതിനാണ് നോർമലി ഇത് ചെയ്യുന്നത്. സോ നമ്മൾ ഡംബിൾസൊക്കെ നമ്മൾ ജിമ്മിൽ പോയി ജംബിൾസ് ഒക്കെ എടുക്കില്ലേ, ഫോർട്ട് നമ്മുടെ കാഫിനും എല്ലാം ഇവിടെ ഒരു ഇത് വരാനും മസിൽസ് വരാനാണ് ആൾക്കാർ ചെയ്യുന്നത്. അതിനല്ല ഞാൻ പറയുന്നത്, മസിൽസിനല്ല. അപ്പോൾ ഇതെന്താ വരുമ്പോഴത്തേനും നമുക്കൊരു കൈക്ക് പിടുത്തം വരും. കൈക്ക് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ കുറേ സാധനങ്ങൾ ചാടിപ്പോകുന്ന അവസ്ഥ ചിലവർക്കുണ്ടാവും.
സോ അതിനുള്ളതാണ് നമുക്ക് ഹോൾഡിങ് കപ്പാസിറ്റി കൂടും, നമ്മുടെ റിസ്റ്റിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻസ് മൂവ്മെൻറ്റ്സിന് നല്ലതാണ്. ആർക്കും ചെയ്യാൻ കേട്ടോ, ഇത് ഈ കണ്ടീഷൻ ഉള്ളവർക്ക് മാത്രമല്ല, ദിസ് ക്യാൻ ബി ഡൺ ബൈ എനി വൺ, ബിക്കോസ് ആർക്കും എപ്പോഴെങ്കിൽ വരാം. സോ അത് പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ ഫോർ യുവർ ബോഡി പാർട്സ്, ഓരോ ബോഡി പാർട്സിനും ഓരോ എക്സസൈസസും ഉണ്ട്, അപ്പോൾ അതിനൊരു കൺസിഡർ ചെയ്ത് അങ്ങനെയും ചെയ്യാൻ പറ്റും. സോ ട്രൈ ടു ഡു ദിസ് ഈസ് അനദർ വൺ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ എക്സസൈസ് നമ്മൾ ഇങ്ങനെ കൈ പിടിച്ചു മുമ്പോട്ടും ബാക്കിലേക്കും പോയി. ഇപ്പോൾ ഒരു ഇത് വെയിറ്റ് എക്സസൈസാണ്, കൈക്ക് വെയിറ്റ് ഹോൾഡ് ചെയ്യാനും അതിനുള്ള സംഭവങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എക്സസൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്യൂസിങ് ബോൾ എടുക്കാം. എൻ്റെ ഇപ്പോൾ സ്ക്യൂസിങ് ബോൾ കാണുന്നില്ല, കുഞ്ഞെവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനെ കളിക്കുമ്പോൾ എടുത്തിട്ടുണ്ടാവുമായിരിക്കും. സോ ഞാനൊരു ചെറിയ ബോൾ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് വീഡിയോ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഒരു ബോൾ എടുക്കുക, ആ ബോൾ എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് പിടിക്കുക. നന്നായിട്ട് പിടിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് എക്സസൈസ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. നമ്മൾ കൈ നന്നായിട്ട് പിടിച്ച് നമ്മുടെ കയ്യിൽ കപ്പാസിറ്റിയുടെ അതനുസരിച്ച് നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് നന്നായിട്ട് സ്ക്യൂസ് ചെയ്യാം. Go for counts 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. So this is 20 counts. നിങ്ങൾക്ക് എത്രമാത്രം പോകാൻ പറ്റും, ഒരു 30 കൗണ്ട്സോ പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ നമ്മുടെ കൈയുടെ ഇവിടെ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു, നല്ലതായിട്ട് ഉണ്ടോ, ഓരോ ഫിംഗേഴ്സും സ്ട്രെച്ചായി നിൽക്കുവാണ്. നന്നായിട്ട് അതിനെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹോൾഡ് ചെയ്യുക. അതേപോലെ ഇവിടെ നല്ലൊരു പ്രഷർ വരും. അപ്പോൾ നമ്മുടെ ഒരു ഹോൾഡിങ് കപ്പാസിറ്റി നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് സ്ക്യൂസ് ചെയ്യാൻ പറയുന്നത്. സ്ക്യൂസിങ് ബോൾസ് ഈസ് ഗുഡ് ഫോർ ദിസ് പാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്ക്യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊരു സ്മൈലി ബോൾ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ സ്ക്യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ദിസ് ഇസ് വൺ കൈൻഡ് ഓഫ് എൻ എക്സസൈസ് ഫോർ എനിബഡി. നമ്മൾ എഴുതുന്ന ആൾക്കാർ, ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ ഓഫീസസിലൊക്കെ ഇരിക്കുന്ന നമ്മുടെ സൈഡിലൊരു സ്മൈലി വയ്ക്കുവാണെങ്കിൽ നല്ലതാണ്. ബിക്കോസ് നമ്മുടെ കൈ കഴയ്ക്കുമോ അല്ലെങ്കിൽ ഒരു ടയർ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബോൾ എടുത്ത് ഇങ്ങനെ സ്ക്യൂസ് ചെയ്തിരുന്നെങ്കിൽ നമ്മളൊരു മൈൻഡ് റിലാക്സേഷനാണ്, പ്ലസ് ഒരു കൈക്കൊരു എക്സസൈസ് ആണ്. സോ ദിസ് ഈസ് കൈൻഡ്. അപ്പോൾ നമ്മുടെ കൈയുടെ ആ കഴയ്ക്കുന്ന സാധനം ഒരു റിലാക്സേഷനിലേക്ക് വരും, കൈ ഒന്ന് ഒരു സുഖം തോന്നും. സോ ട്രൈ ടു ഡു ഇറ്റ്. ഈ സ്മൈലി എക്സസൈസ് നമുക്ക് ഇപ്പോൾ ഒരു ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് നമ്മൾ ചുമ്മാ വണ്ടിയിലിരിക്കുമ്പോഴോ കാറിലിരിക്കുമ്പോഴോ ബസ്സിലിരിക്കുമ്പോഴോ ഓഫീസിൽ നമ്മൾ എന്തെങ്കിലും 2 മിനിറ്റ് ഒരു എന്തെങ്കിലും എടുക്കുമ്പോൾ നമ്മൾ ആ ജസ്റ്റ് സാധനം എടുത്ത് നമ്മൾ എക്സ്ക്യൂസ് ചെയ്താൽ ദിസ് ഈസ് എനഫ്. അതൊരു നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു എക്സസൈസ് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സോ ട്രൈ ടു ഡു ദിസ്, വിൽ ഡു ഗുഡ് ഫോർ യു. ഇത് നല്ല എക്സസൈസാണ്, ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ബെറ്റർ ആയിരിക്കും, യു വിൽ ഫീൽ ഗുഡ്. ആൻഡ് ഇതൊക്കെ ചെയ്തിട്ടും പക്ഷേ അല്ലെങ്കിൽ ഗോ ഫോർ കൺസൾട്ടേഷൻ, ഡോക്ടറായിട്ടുള്ള കൺസൾട്ടേഷന് പോവുക. ഡു കൺസൾട്ട് ഡോക്ടർ ആൻഡ് ടേക്ക് ആൻഡ് പ്രോപ്പർ അഡ്വൈസ് ബിഫോർ ഗോയിങ് ഫോർ എനിത്തിങ്. ഓക്കെ, സോ എൻ്റെ ഒരു ഫസ്റ്റ് കൈൻ്റെ സർജറി കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. കാരണം ഞാൻ ഇതിന് മുമ്പ് സർജറിക്ക് പോണേക്ക് മുമ്പ് ഒരു വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ ആ ഒരു ഹരുപറിയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ വോളിയം ഓൺ ചെയ്യാൻ മറന്നു. കുറച്ച് പോർഷനിൽ വോളിയം ഉണ്ട്, കുറച്ച് പോർഷനിൽ വോളിയം ഇല്ല. അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു. സോ അതുകൊണ്ട് എനിക്ക് വീഡിയോ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. എനിവേസ് അത് പാർട്ട് ഓഫ് എക്സസൈസ് ചെയ്യുന്ന പോലെ തന്നെ ദാറ്റ്സ് ഓക്കെ, ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്, നോ പ്രോബ്ലം. ബട്ട് ഒരു ഹരിബറിയിലായതുകൊണ്ട് അങ്ങനെ ഒരു ഇത് പറ്റിപ്പോയി, മൈക്ക് ഓൺ ചെയ്തില്ല. സോ വീഡിയോ റെക്കോർഡായ ഓഡിയോ ഇല്ല. സോ ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. Okay, so see you all with the next video. So till then, bye bye. Please like, comment to the video. നിങ്ങൾക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറയുക, ചെയ്യാറുണ്ടോ എന്ന് പറയുക. ഇതൊക്കെ നിങ്ങൾ എന്ത് വേണം നിങ്ങളുടെ കമൻസിൽ കൂടെ പറയാവുന്നതാണ്. ഓക്കെ, സോ ടാറ്റാ, ബൈ ബൈ. ഓക്കെ, ടേക്ക് കെയർ.